അതെ, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ആനച്ചെമ്പ് ബിരിയാണി ഞാൻ കാണുന്നത്. ഒരു മുതുക്ക് ബിരിയാണി ചെമ്പെന്ന് വേണമെങ്കിൽ പറയാം. ദിവസവും ആയിരക്കണക്കിന് ബിരിയാണി വിൽക്കുന്ന നോർത്ത് ഗോവയിലെ കലങ്കോട്ട് എന്ന സ്ഥലത്തെ ബിഗ് പോട്ട് എന്ന ബിരിയാണി കടയിലാണ് ഞാനുള്ളത്. ബിരിയാണി ചെമ്പ് തുറക്കുന്ന ബായൊക്കെ ഉണ്ടോ? ഇതുപോലത്തെ ഒരു 20 ബായിമാർക്ക് വേണേലും ഈ ഒരു ചെമ്പിൽ കയറി നിൽക്കാം. കാരണം അത്രയും വലിപ്പമുണ്ട്. എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ബിരിയാണി ചെമ്പ് ഇവർ എങ്ങനെയായിരിക്കും കഴുകുന്നത്? ഇത്രയും വെയിറ്റ് ഉള്ളത് എന്തൊക്കെയാണല്ലേ ചിന്തിച്ചു കൂട്ടുന്നത്. സോ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നമ്മൾ ഇവിടുത്തെ ഒരു ബിരിയാണി ട്രൈ ചെയ്തിരിക്കണം കേട്ടോ. ഹൈദരാബാദി ബിരിയാണിയാണ്. ഗോവയിൽ പല സ്ഥലങ്ങളിലും ഹൈദരാബാദി ബിരിയാണി തന്നെയാണ് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. സോ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും 100 രൂപ ബിരിയാണി തന്നെയാണ്. സോ വരും ദിവസങ്ങളിൽ ഗോവയിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നിങ്ങളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഗോവയ്ക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഗോവയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊക്കെ സ്ഥലത്ത് പോകാം, എവിടെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കിട്ടുന്നത്, ഗോവയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ലിക്കേഴ്സ് ഏതൊക്കെയാണ്, പോകേണ്ട ബാർ ഏതൊക്കെയാണ്, പബ്ബുകൾ ഏതൊക്കെയാണ്, അങ്ങനെ കുറേ വിശേഷങ്ങൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ കൂടുതൽ ഗോവൻ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ബൈ ബൈ.